ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചവളാണ് വിശുദ്ധ കന്യക മറിയാം. ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ അവൾക്ക് സാധിച്ചു. വിശുദ്ധ കന്യക മറിയാം ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചതിലൂടെ സ്വയം ശൂന്യമാക്കുന്ന അനുഭവമാണ് നാം അവളിൽ ദർശിക്കുന്നത്. ദൈവഹിത പൂർത്തീകരണത്തിനായി തൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം അവൾ ബലി കഴിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന വചനത്തിൻ്റെ പൂർത്തീകരണമാണ് മാതാവിൽ നാം കാണുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവഹിത പൂർത്തീകരണത്തിനായി തൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം ബലി കഴിച്ച വിശുദ്ധ കന്യമറിയാമിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ ഉപരി ദൈവഹിതം പൂർത്തീകരിക്കപ്പെടുവാൻ യാതൊരു ഉപാധികളുമില്ലാതെ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ സ്നേഹം മൂലം വിശുദ്ധ കന്യമറിയാമിലൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കരുണയോടെ മനുഷ്യവർഗത്തെ ദർശിച്ച മശിയ തമ്പുരാന് സ്തുതി. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരമെടുപ്പാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും സമാധാനത്തിൽ ബന്ധിക്കണമേ. നിന്റെ ദൈവിക സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ മാതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ആമീൻ.